നീ പോഡ്കാസ്റ്റ് എന്ന് പറയും, ഞാൻ ഓണം എന്ന് പറയും, നീ ഓട്ട് എന്ന് പറയും. എന്നിട്ട് 1 2 3 പോഡ്കാസ്റ്റ് കൊണ്ടു. അപ്പോൾ നമസ്കാരം. നമ്മുടെ ഇന്ന് നമുക്ക് പിച്ച് റിപ്പോർട്ടാണ് നമ്മൾ ആദ്യം നോക്കുന്നത്. സോ ഗാബയിൽ പിച്ച് എങ്ങനെയുണ്ടെന്ന് നമുക്ക് ആദ്യം നോക്കാം. ഇതാണ് നമ്മുടെ ഗാബയുടെ പിച്ച്. അല്ലെങ്കിൽ നമ്മൾ ഗാബയുടെ പിച്ച് എന്ന് കരുതി നമ്മളിപ്പോൾ ഇവിടെ നമ്മൾ പിച്ച് നോക്കുകയാണ്. അപ്പോൾ ഇവിടെ നമുക്ക് മൂന്നാമത്തെ ടെസ്റ്റ് നടക്കുകയാണ്. ഗാബയിൽ വെച്ചാണ് ടെസ്റ്റ്. സോ ലാസ്റ്റ് ടൈം ഗാബയിൽ നടന്നപ്പം ഓസ്ട്രേലിയ 2 തവണ തോറ്റിട്ടുണ്ടായിരുന്നു. ഒന്ന് ഇന്ത്യയുടെ കൂടെയും അതിനുശേഷം വന്നത് വെസ്റ്റ് ഇൻഡീസിൻ്റെ കൂടെയും. സോ അവർക്ക് അത്ര നല്ല ട്രാക്ക് റെക്കോർഡല്ല. കഴിഞ്ഞ 2 ടെസ്റ്റിൽ അവർ തോറ്റിരിക്കുകയാണ്. സോ എന്നും പറയുന്ന നമുക്ക് ഓടിച്ചൊന്നും അവർ തോപ്പിക്കാൻ പറ്റില്ല. കാരണം അവരുടെ സ്വന്തം ഏരിയയിൽ 10-30 വർഷത്തേക്ക് തോക്കാത്തൊരു പിച്ചാണ് അവരുടേത്. സോ ആ കോൺഫിഡൻസ് അവർക്ക് നഷ്ടപ്പെട്ടെങ്കിൽ അവർ തിരിച്ചു പിടിക്കാനായിരിക്കും നോക്കുന്നത്. സോ നമുക്ക് പിച്ചിനെ പറ്റി അത് നോക്കാം. അപ്പോൾ നമുക്ക് പിച്ചിലോട്ട് പോവാം. സോ ഇതിൽ മനോഹരമായ പിച്ചാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ പിച്ച്. നമുക്ക് കരുതുകയാണെങ്കിൽ നമുക്ക് അത് പിച്ച് ക്യൂറേറ്റർ സംസാരിക്കാറുണ്ട്. പിച്ച് ക്യൂറേറ്റർ കുറച്ച് കഴിയുമ്പോൾ നമുക്ക് നോക്കാം. അതിന് ശേഷം നമുക്ക് അതേമാതിരി സംസാരിക്കാം. സോ നമുക്ക് പിച്ചിലോട്ട് നോക്കുകയാണെങ്കിൽ വളരെ ഹാർഡ് പിച്ചാണ് ഇവിടെ ഓസ്ട്രേലിയ വരുന്നത്. സോ അത് ഫാസ്റ്റ് ബോളേഴ്സിനെ വളരെയധികം സഹായിക്കുന്ന ഒരു പിച്ച് തന്നെയായിരിക്കും അത്. സോ അതുകൊണ്ട് തന്നെ അവരുടെ ഏറ്റവും വലിയ മേൽക്കൈയും അത് തന്നെയാണ്. പാറ്റ് കമിൻസ്, ഹേസലോട് മിക്കവാറും അടുത്ത കളിയാണ്. അല്ലെങ്കിൽ ബോളൻഡ് ഉണ്ട്, സ്റ്റാർക്ക്. ഇവർ 3 പേർക്കും ഈ പിച്ചിന് നന്നായിട്ട് അറിയാമെന്നുള്ളതാണ്. ഇന്ത്യക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ അത് ഇന്ത്യയുടെ ഏറ്റവും വലിയ ദൗർബല്യമാണ്. കാരണം ബുംറയെ ആശ്രയിച്ചാണ് 2 ടെസ്റ്റ് നടന്നത്. അതുകൊണ്ട് ബുംറയെ മാത്രം റിലേ ചെയ്തുകൊണ്ട് ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് നമുക്ക് ഈ പിച്ച് വരാൻ പറ്റില്ല. സോ ഷമി വരാൻ സാധ്യതയുണ്ടെന്ന് കേട്ടിരുന്നു. സോ അത് നമുക്ക് ഫിറ്റ്നസ് കിട്ടിയില്ലെങ്കിൽ ഷമി ഉണ്ടാവില്ല. അതിന് നമുക്ക് ബോളിംഗ് സ്ട്രാറ്റജിയിലോട്ട് നമുക്ക് നോക്കാം. ഇപ്പോൾ നമുക്ക് പിച്ചിലോട്ട് തിരിച്ചു വരാം. അപ്പോൾ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഹാർഡ് പിച്ചാണ്. സോ നല്ല ബൗൺസ് ഉണ്ടാവും. സോ ഫാസ്റ്റ് ബോളേഴ്സിനെ ഭയങ്കരമായിട്ട് ഫേവർ ചെയ്യുന്നൊരു പിച്ച് തന്നെ ആയിരിക്കും ഈ പിച്ച് എന്ന് പറയുന്നത്. ഇവിടെ പിച്ച് നോക്കുകയാണെങ്കിൽ ഇവിടെ പിച്ച് കാണുമ്പോൾ തന്നെ ഭയങ്കര സ്ട്രോങ് ആണ്. സോ കുറച്ച് ദിവസം കഴിയുമ്പോൾ, അതായത് 1-2 ദിവസം കഴിയുമ്പോൾ തന്നെ ഇവിടെ ക്രാക്സ് വീണ് തുടങ്ങും. കഴിയുമ്പോഴത്തേക്ക് പിച്ചിൻ്റെ അവസ്ഥ ഇതുപോലെ ഇരിക്കും. ഇവിടെ ക്രാക്സ് വീഴും. സോ ക്രാക്സ് വീണ് കഴിഞ്ഞാൽ ഏകദേശം സ്പിൻ ബോളേഴ്സിന് കുറച്ചൊരു ഫലപ്രദമായിട്ട് ഉപയോഗിക്കാം. പക്ഷെ സ്പിന്നിന് എന്തുമാത്രം ചെയ്യാന്ന് വെച്ചാൽ സ്പിന്നിന് ഈ പിച്ച് വലിയൊരു മേൽക്കൈ ഉണ്ടാവില്ല. കാരണം ഇതുപോലെ ട്രാക്സ് വന്നു തുടങ്ങി ബൗൺസ് കുറച്ചൊരു അണീവനാവും. സോ അതിനുശേഷം ബാറ്റർക്ക് ഡിഫൈൻ ചെയ്യാൻ കുറച്ച് പാടായിരിക്കും. പിന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിപ്പോൾ നമ്മൾ അധികം വീഡിയോസ് അധികം പറയാത്തൊരു കാര്യമാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക എന്നുള്ളത്. ഇപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യുക, നാട്ടുകാരെ കൂടി കാണിച്ചു കൊടുക്കുക. അവരതെല്ലാവരും കാണിച്ച് നമ്മളെ വിജയിപ്പിക്കുക. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞത് ക്രാക്സ് വീഴും. സോ പേസേഴ്സിന് മേൽക്കൈയുള്ള പിച്ച് തന്നെയാണ് ബേസിക്കലി ഓസ്ട്രേലിയക്ക്. ഇന്ത്യക്ക് എത്രത്തോളം മേൽക്കൈ വരില്ല. പക്ഷെ നമ്മൾ കഷ്ടപ്പെട്ടാൽ കിട്ടും. പരിശ്രമിച്ചിടുകിൽ എന്തിനേയും വശത്തിലാക്കാൻ കഴിവുള്ളതൊക്കെ വണ്ണം എന്ന് പറഞ്ഞിട്ടൊരു പഴഞ്ചൊല്ലുണ്ട്. ബാക്കി ഞാൻ മറന്നുപോയി. സോ അങ്ങനെ വെച്ചിട്ട് കഷ്ടപ്പെട്ടാൽ മാത്രമേ നമുക്ക് ഈ പിച്ചിൽ ഓസ്ട്രേലിയൻ പിച്ചിൽ നമുക്ക് വിജയിക്കാൻ സാധിക്കുകയുള്ളൂ. കഴിഞ്ഞ ടെസ്റ്റിൽ അതൊക്കെ അടുത്ത സെഷനിൽ പറയാം. സോ നമ്മൾ നേരത്തെ പറഞ്ഞ ബോളിംഗ് പിച്ച് ആയതുകൊണ്ട് തന്നെ ബാറ്റർമാർക്ക് ഭയങ്കര ചലഞ്ചായിരിക്കും. കാരണം ബൗൺസ് ആണ്. ഇന്ത്യക്കാർക്ക് പ്രത്യേകത ഉണ്ട്. ബോൾ പൊങ്ങിയാൽ അപ്പോൾ അടിക്കാൻ തോന്നും. അത് ഇന്ത്യ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ കണ്ടംകളി കളിക്കുമ്പോൾ അതുപോലെ തന്നെയാണ്. ബോൾ പൊങ്ങി വന്ന് നമ്മൾ അടിക്കാൻ നോക്കും. സോ അത് ഇന്ത്യയുടെ വലിയൊരു ദൗർബല്യം തന്നെയാണ്. അത് നമുക്ക് ബാക്കി കാര്യം നമുക്ക് ബാറ്റിംഗ് സ്ട്രാറ്റജിയിൽ നമുക്ക് പറയാം. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞാൽ സ്പിൻ ബോളിങ് ഒരു കാര്യമില്ല. പക്ഷെ 4-ാം ദിവസം കളി നടക്കുകയാണെങ്കിൽ 4-5 ദിവസങ്ങളിലായിരിക്കും സ്പിന്നിൻ്റെ ഇമ്പോർട്ടൻസ് വരിക. പക്ഷേ ഇന്ത്യയുടെ കളി നമുക്കറിയില്ല, 3-ാം ദിവസം കളി തീരും. സോ ഞാൻ സ്പിൻ ഡിപ്പാർട്ട്മെൻറ്റ് കൂടുതൽ ഞാൻ പറയുന്നില്ല. സോ നമുക്ക് ബാക്കി ദിവസങ്ങളിലോട്ട് നമുക്ക് നോക്കാം. സോ ഫസ്റ്റ് ഡേ ബൈ ഡേ നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് ഡേ എന്ന് പറഞ്ഞാൽ ബോളിങ്ങിനെ ഫേവർ ചെയ്യുന്നൊരു പിച്ച് തന്നെയാണ്. സോ ടോസ് കിട്ടുന്നവർ ബോളിംഗ് തിരഞ്ഞെടുക്കുന്നത് വളരെ ഉപകാരമായിരിക്കും. ഇന്ത്യ ഒരിക്കലും ബാറ്റ് ചെയ്യരുതെന്ന് എനിക്ക് പറയാനുള്ളൂ. ഫസ്റ്റ് ഇന്ത്യക്ക് ടോസ് കിട്ടിയാലും ഇന്ത്യ ബോളിംഗ് ചെയ്യുക. കാരണം ഫസ്റ്റ് ഇന്നിങ്സിൽ ഇന്ത്യയുടെ ട്രാക്ക് റെക്കോർഡ് ഭയങ്കര കഴിഞ്ഞ 15 ടെസ്റ്റിൽ കളി നോക്കിയാൽ കാണാം ഭയങ്കര കുറവാണ്. ഏകദേശം ഗാബയിൽ ഓസ്ട്രേലിയയിൽ തന്നെ ആവറേജ് എന്ന് പറയുന്നത് 27 താഴെയാണ് ബാറ്റിംഗ് ആവറേജ് എന്ന് പറയുന്നത്. സോ ഇന്ത്യ എന്തായാലും ചെയ്യേണ്ടത് ഫസ്റ്റ് ബോളിംഗ് കിട്ടിയ ടോസ് ചെയ്യുക. ടോസ് കിട്ടിയ ബോളിംഗ് എടുക്കുക. സോ ഫസ്റ്റ് ഡേ പറഞ്ഞ പോലെ തന്നെ ഫസ്റ്റത്തെ 2 സെഷൻ ഇന്ത്യ ബാറ്റ് ചെയ്ത ഫസ്റ്റ് സെഷനിൽ ഇന്ത്യ ആൾ ഔട്ട് ആവും എന്നുള്ളത് കൊണ്ട് മാത്രമാണ് ഞാൻ പറയുന്നത് ഇന്ത്യ എന്ത് ചെയ്യരുത്, ബാറ്റിംഗ് ചെയ്യരുത്. ടോസ് നഷ്ടപ്പെട്ടിട്ട് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. ടോസ് കിട്ടിയാൽ ബോളിംഗ് എടുക്കുക. സോ ഫസ്റ്റ് ഡേയിൽ നമുക്ക് മാക്സിമം ബോളർമാർ ഡോമിനൻസ് ആയിരിക്കും നമുക്ക് പിച്ചിൽ കാണാൻ കഴിയുന്നത്. 2 സെഷൻ പിടിച്ചു നിന്നാൽ മാക്സിമം ഒരു 4 വിക്കറ്റ് കൂടുതൽ പോകാതെ ബാറ്റ്സ്മാനെ പിടിച്ച് നിൽക്കാൻ പറ്റിയാൽ പിന്നെ അങ്ങോട്ട് സുഖകരമായിട്ട് കളിക്കാൻ പറ്റും. കാരണം 3-ാം ദിവസം ആകുമ്പോഴത്തേക്കും പിച്ച് കുറച്ചുകൂടി ഒന്ന് വെയർ ഡൗൺ ആവും. സോ കളിക്കാൻ എളുപ്പമായിരിക്കും ബാറ്റർക്ക്. പിന്നെ ഡേ 2 and 3 നേരത്തെ പറഞ്ഞ പോലെ തന്നെ പിച്ചിൻ്റെ ഫ്രഷ്നെസ് പോയി കഴിഞ്ഞാൽ പിന്നെ ബോളിങ്ങിന് വലിയൊരു ഡോമിനൻസ് ആണ്. ഇത്രയുള്ള ഡോമിനൻസ് ഇപ്പോൾ ഇത്രയായിട്ട് മാറും. എന്നും പറഞ്ഞ് ബാറ്റിംഗ് ഡോമിനൻസ് ഇത്രയാവുള്ളൂ. തിരിച്ച് മേൽക്കൈ ബോളർക്ക് തന്നെയായിരിക്കും. സോ ഡേ 2 and 3 മാക്സിമം റൺസ് ഒഴുകുന്ന കാഴ്ച തന്നെയായിരിക്കും നമുക്ക് കാണാൻ കഴിയുന്നത്. പിന്നെ 4-ാമത്തെ 5-ാം ദിവസം എനിക്ക് പറയാൻ ആഗ്രഹമില്ല. കാരണം 3 ദിവസം കൊണ്ട് കളി തീരുന്ന കളിയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്.
സോ 4-ാമത്തെ 5-ാം ദിവസം ആകുമ്പോഴത്തേക്കും സ്പിന്നും കൂടി കടന്നു വരും. ലയൺ ഉണ്ട് അപ്പുറത്ത്, നമ്മുടെ ഇവിടെ ജഡേജ, അശ്വിൻ, വാഷിംഗ്ടൺ സുന്ദർ ഉണ്ട്. സോ 3 പേരുണ്ട്. 3 പേരിൽ ഒരാളായിരിക്കും സാധ്യത കൂടുതൽ. കഴിഞ്ഞ ഗാബയിൽ വെച്ച് നോക്കുകയാണെങ്കിൽ ഇപ്രാവശ്യം ഉണ്ടാവുന്നത് വാഷിംഗ്ടൺ സുന്ദർ തന്നെയായിരിക്കും. പക്ഷേ എക്സ്പീരിയൻസ് നോക്കുകയാണെങ്കിൽ ജഡേജയ്ക്കാണ് സാധ്യത. പക്ഷെ നല്ലൊരു ബോൾ എറിയുന്നുള്ള കാര്യം വെച്ച് നോക്കുകയാണെങ്കിൽ അശ്വിനായിരിക്കും സാധ്യത. പക്ഷേ അശ്വിൻ കഴിഞ്ഞ ടെസ്റ്റിലും അതിന് മുമ്പത്തെ സീരീസിലും വലിയൊരു പെർഫോമൻസ് കാഴ്ച വെച്ചിട്ടില്ല. സോ നമുക്ക് എങ്ങനെയാവും എന്നുള്ളത് നമുക്ക് നോക്കാം. സോ ഇതൊക്കെയാണ് നമുക്ക് ഈ പിച്ചിനെ പറ്റി പറയാനുള്ളത്. ടോസ് കിട്ടുന്നവർ ബാറ്റിംഗ് എടുക്കാതെ ബോളിംഗ് എടുക്കുക. കാരണം ആ ഫ്രഷ്നെസ്സോടുകൂടി ബോളിങ്ങിന് ഭയങ്കരമായിട്ട് ഫേവറിൻ്റെ പിച്ച് തന്നെയാണ്. സോ ബോളിംഗ് തിരഞ്ഞെടുക്കുക, എന്നിട്ട് പ്രാർത്ഥിച്ച് കളിക്കുക. അതേ എനിക്ക് പറയാനുള്ളൂ. സോ നമുക്ക് അടുത്ത സെഷനിലോട്ട് പോകാം.